എല്ലാവർക്കും PSC മാസ്റ്ററിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ 200ഓളം ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മോക്ക് എക്സാം ആണ് ഇത്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് അവസാനമായിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഏത്? ഏതാ? ഓപ്ഷൻ നിങ്ങൾ വായിക്കുക, ഉത്തരം മാത്രം ഞാൻ പറയാം. ഓപ്ഷൻ സി വനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, വനത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം? എങ്ങനെയാണ്? ഓപ്ഷൻ ബി സങ്കീർണമായ ആവാസ വ്യവസ്ഥ. മൂന്നാമത്തെ ചോദ്യം, FAO അതായത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ പ്രകാരം വനത്തിന്റെ നിർവചനം അനുസരിച്ച് വനം എന്നത് എന്താണ്? ഓപ്ഷൻ ബി 10% മരച്ചെരിവും 0.5 ഹെക്ടർ വിസ്തൃതിയുമുള്ള പ്രദേശം. അതിനെയാണ് വനം എന്ന് FAO നിർവചിച്ചിരിക്കുന്നത്. FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. നാലാമത്തെ ചോദ്യം, തടി ഉൽപാദനത്തിനായി വിനിയോഗിക്കുന്ന സ്ഥലം വനമെന്ന് കണക്കാക്കുന്നത് ഏത് നിർവചന പ്രകാരമാണ്? ഓപ്ഷൻ ബി ലാൻഡ് യൂസ് നിർവചനം പ്രകാരമാണ് തടി ഉൽപാദനത്തിനായി വിനിയോഗിക്കുന്ന സ്ഥലം വനമെന്ന് കണക്കാക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, വനത്തിന്റെ ഏത് ലെയറിലാണ് അഴുകിയ ഇലകളും ഭാഗങ്ങളും കൂടുതലായി കാണപ്പെടുന്നത്? ഏതിലാണ്? ഓപ്ഷൻ സി ഫോറസ്റ്റ് ഫ്ലോറിൽ. ആറാമത്തെ ചോദ്യം, ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നത് വനത്തിന്റെ ഏത് ലെയറിലാണ്? ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടുന്നത് വനത്തിന്റെ ഏത് ലെയറിലാണ്? ഓപ്ഷൻ ബി അണ്ടർ സ്റ്റോറിയിലാണ് ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടുന്ന വനത്തിന്റെ ലെയർ ഉള്ളത്. അണ്ടർ സ്റ്റോറി ലെയറിലാണ് കേട്ടോ. ഏഴാമത്തെ ചോദ്യം, വൃക്ഷങ്ങളുടെ മുകളിൽ ഇലകളും കൊമ്പുകളും ചേർന്ന് പച്ചക്കുട പോലെ രൂപം കൊള്ളുന്ന ഭാഗം ഏത്? ഓപ്ഷൻ സി കനോപ്പി. താഴെ പറയുന്നവയിൽ ഏത് വ്യവസായം വനോൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നില്ല? പേപ്പർ വ്യവസായമാണോ, പ്ലൈവുഡ് വ്യവസായമാണോ, തീപ്പെട്ടി വ്യവസായമാണോ, കമ്പ്യൂട്ടർ ചിപ്പ് വ്യവസായമാണോ? ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് വന വ്യവസായമായിട്ട് ഉൽപാദനമില്ലാത്ത കമ്പ്യൂട്ടർ ചിപ്പ് വ്യവസായമാണ്. ഒമ്പതാമത്തെ ചോദ്യം, മണ്ണൊലിപ്പ് തടയുന്നതിന് വനങ്ങളുടെ പങ്ക് ഏത് വിഭാഗത്തിലുള്ള നേട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ഏതാണ്? പരോക്ഷ നേട്ടം അല്ലെ? 9 ബി ആണ് ആൻസർ. പരോക്ഷ നേട്ടമാണ്. മണ്ണൊലിപ്പ് തടയുന്നതിൽ വനങ്ങളുടെ പങ്ക് പരോക്ഷ നേട്ടത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പത്താമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ ഹിമാലയത്തിലും കാണപ്പെടുന്ന പ്രധാന സസ്യവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ ഹിമാലയത്തിലും കാണപ്പെടുന്ന പ്രധാന സസ്യവിഭാഗം ഏതാണ്? ഓപ്ഷൻ സി ഉഷ്ണമേഖലാ മഴക്കാടുകളും നിത്യഹരിത വനങ്ങൾ. നിത്യഹരിത വനങ്ങളും അല്ലെങ്കിൽ ഉഷ്ണമേഖലാ മഴക്കാടുകളുമാണ് പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ ഹിമാലയത്തിലും കാണപ്പെടുന്ന പ്രധാന സസ്യവിഭാഗം. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കണ്ടൽക്കാടുകൾ സാധാരണയായി ഏത് പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്? കണ്ടൽക്കാടുകൾ ഏതാ? ഓപ്ഷൻ ബി തീരപ്രദേശങ്ങൾ. എല്ലാവർക്കും അറിയാവുന്ന അല്ലെ, തീരപ്രദേശങ്ങളിൽ പുഴേന്റെ ഒക്കെ സൈഡിൽ ആയിരിക്കും കണ്ടൽക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി തീരപ്രദേശങ്ങളിലാണ് ഇന്ത്യയിലെ കണ്ടൽക്കാടുകൾ കൂടുതലായി കണ്ടുവരുന്നത്. 12ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് ഇന്ത്യയിലെ ഏത് സസ്യജാലത്തിലാണ് കാണപ്പെടുന്നത്? ഏതിലാണ്? ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളിലാണ് അറ്റ്ലസ് മോത്ത് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായി കാണപ്പെടുന്നത്. 13ാമത്തെ ചോദ്യം, മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്നത് ഏത് വനങ്ങളാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഉഷ്ണമേഖലാ ഇലപ്പൊഴിയും കാടുകൾ. 14ാമത്തെ ചോദ്യം, രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലം ഏതാണ്? ഓപ്ഷൻ എ മുളച്ചെടികളും കുറ്റിക്കാടുകളും. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും കുറ്റിക്കാടുകളും മുളച്ചെടികളാണെന്ന് അല്ലേ. 15ാമത്തെ ചോദ്യം, കടലും പുഴയും ചേരുന്ന പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന സസ്യങ്ങൾ ഏതാണ്? കണ്ടൽക്കാടുകൾ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു, അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നേരത്തെ പറഞ്ഞു. അതാണ് കടലും പുഴയും ചേരുന്ന പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന സസ്യങ്ങളാണ് കണ്ടൽക്കാടുകൾ. 16ാമത്തെ ചോദ്യം,
കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകളിലാണ് കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രം ഏതാണ്? സൈലന്റ് വാലി കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ ഒരു സംരക്ഷണ കേന്ദ്രമാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് അല്ലേ. 18ാമത്തെ ചോദ്യം, ചന്ദനക്കാടുകൾ പ്രധാനമായും ഏത് സംസ്ഥാനങ്ങളോട് ചേർന്ന അതിർത്തികളിലാണ് കേരളത്തിൽ കാണപ്പെടുന്നത്? ചന്ദനക്കാടുകൾ ഏതാണ്? ഓപ്ഷൻ എ തമിഴ്നാട് കർണാടക അതിർത്തികളിലാണ്, കേരളത്തിലെ അതിർത്തികളിലാണ് ചന്ദനക്കാടുകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. 19ാമത്തെ ചോദ്യം, ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി E.O. വിൽസൺ ആണ് ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ സ്പീഷീസിന്റെ വൈവിധ്യം എന്താവുന്നു? കുറയുന്നു. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ സ്പീഷീസ് വൈവിധ്യം കുറയുന്നു. 22ാമത്തെ ചോദ്യം, സൂക്ഷ്മ ആവാസ വ്യവസ്ഥ മൈക്രോ ഹാബിറ്ററ്റ് തലത്തിലുള്ള വൈവിധ്യം ഏതാണ്? ഓപ്ഷൻ ബി പോയിന്റ്. സൂക്ഷ്മ ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും പോയിന്റ് ഡൈവേഴ്സിറ്റിയാണ് സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലുള്ള തലത്തിലുള്ള വൈവിധ്യത്തിന് ഉദാഹരണം. ബയോഡൈവേഴ്സിറ്റിയുടെ 3 തലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജനറ്റിക് ഉൾപ്പെടുന്നു, സ്പീഷ്യസ് ഉൾപ്പെടുന്നു, എക്കോളജിക്കൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഏതുൾപ്പെടുന്നു? പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റി ഉൾപ്പെടുന്നില്ല. 24ാമത്തെ ചോദ്യം നോക്കാം. ഒരു പ്രത്യേക ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ പ്രദേശത്തെ ജീവിവൈവിധ്യത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആൽഫ വൈവിധ്യമാണ്. 25ാമത്തെ ചോദ്യം, തൊട്ടടുത്ത ഇക്കോസിസ്റ്റങ്ങളിൽ കാണുന്ന സ്പീഷീസ് വൈവിധ്യം സൂചിപ്പിക്കുന്നത് ഏതാണ്? ബീറ്റ വൈവിധ്യമാണ് തൊട്ടടുത്ത ഇക്കോസിസ്റ്റങ്ങളിൽ കാണുന്ന സ്പീഷീസ് വൈവിധ്യം സൂചിപ്പിക്കുന്നത്. 26ാമത്തെ ചോദ്യം, പ്രകൃതിദത്ത അതിരുകളാൽ നാച്ചുറൽ ബൗണ്ടറീസ് നിയന്ത്രിക്കപ്പെട്ട ഒരു മേഖലയുടെ മൊത്തത്തിലുള്ള ജീവജാല വൈവിധ്യം ഏതാണ്? ഓപ്ഷൻ സി ഗാമ വൈവിധ്യമാണ്. 27ാമത്തെ ചോദ്യം, ദ്വീപിലെ മൊത്തത്തിലുള്ള ജീവജാല വൈവിധ്യം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ്? ഓപ്ഷൻ സി ഗാമ വൈവിധ്യം. ഒരു ദ്വീപിലുള്ള മൊത്തത്തിലുള്ള ജീവജാല വൈവിധ്യം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഗാമ വൈവിധ്യത്തിൽ പെടുന്നു. 28ാമത്തെ ചോദ്യം, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി വിശ്വനാഥ് ആനന്ദ് ആയിരുന്നു. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി NBA ഫുൾ ഫോമാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി സ്ഥാപിതമായത് ഏത് വർഷം? 2003. 2003 NBA സ്ഥാപിതമായത്. ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായത് ഏത് വർഷം? 2002. 2003 NBA സ്റ്റാർട്ടായത്. 31ാമത്തെ ചോദ്യം, ജൈവവൈവിധ്യം സംരക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യയിൽ രൂപീകരിച്ച സ്ഥാപനം ഏത്? ജൈവവൈവിധ്യം സംരക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യയിൽ രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥാപനം അല്ലേ, 2003 സ്ഥാപിതമായ NBA നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് ജൈവവൈവിധ്യം സംരക്ഷിക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യയിൽ രൂപീകരിച്ച സ്ഥാപനം. 32ാമത്തെ ചോദ്യം, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി NBAയുടെ ആസ്ഥാനം ഏത് നഗരത്തിലാണ്? ചെന്നൈയിലാണ് NBAയുടെ ആസ്ഥാനം. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് അതായത് KCBB ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം പള്ളിമുക്കിലാണ്. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം പള്ളിമുക്കിലാണ്. 34ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 2005 അല്ലേ. 2005 ഫെബ്രുവരി 28 കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് സ്ഥാപിതമായത്. 35ാമത്തെ ചോദ്യം, TEEB ദ എക്കണോമിക്സ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആരംഭിച്ചത് എന്ത് ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചതെന്ന്? TEEB ലക്ഷ്യം എന്തായിരിക്കും? 35ാമത്തെ ചോദ്യം ഏതാണ്? ജൈവവൈവിധ്യത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ. 36ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ഗ്രാമപഞ്ചായത്ത് ഏത്? വയനാട് ജില്ലയിലെ എടവകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ഗ്രാമപഞ്ചായത്ത്. 37ാമത്തെ ചോദ്യം, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്
IUCN എല്ലാവർക്കും അറിയില്ലേ, IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം. 37ാമത്തെ ചോദ്യം, യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2012. ഡേറ്റ് അറിയോ? ജൂലൈ 1. ജൂലൈ 1-നെയാണ് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം. ഏതാണെന്ന് ചോദിച്ചാൽ 2012 ജൂലൈ 1. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ്? 2013. 2013-ലാണ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം. 39ാമത്തെ ചോദ്യം, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി 2011 ആണ്. 40ാമത്തെ ചോദ്യം, പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ WGEEP ചെയർമാൻ ആരായിരുന്നു? പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? മാധവ് ഗാഡ്ഗിൽ. 41ാമത്തെ ചോദ്യം, ഗാഡ്ഗിൽ കമ്മിറ്റി കേരളത്തിൽ പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയ താലൂക്കുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 12 താലൂക്കുകൾ. 42ാമത്തെ ചോദ്യം, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച തീയതി ഏതാണ്? ഓപ്ഷൻ സി 2011 ഓഗസ്റ്റ് 31-നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ രൂപീകരിച്ച സമിതി ഏതാണ്? കസ്തൂരിരംഗൻ കമ്മിറ്റി. എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? 2011 ഓഗസ്റ്റ് 31. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ രൂപീകരിച്ച സമിതി ഏതാണ്? കസ്തൂരിരംഗൻ കമ്മിറ്റി. ഉമ്മൻ കമ്മിറ്റിയെ നിയമിച്ച കേരള മുഖ്യമന്ത്രി ആര്? പേര് തന്നെ ഉണ്ടല്ലേ, ഉമ്മൻചാണ്ടി. ഓപ്ഷൻ ബി ഉമ്മൻചാണ്ടി. 45ാമത്തെ ചോദ്യം, കസ്തൂരിരംഗൻ റിപ്പോർട്ട് പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച സമിതി ഏതാണ്? ഉമ്മൻ കമ്മിറ്റി അല്ലേ. ഓപ്ഷൻ ബി. 46ാമത്തെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം. IFS നിലവിൽ വന്ന വർഷം ഏതാ? ഓപ്ഷൻ ഡി 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സ്ഥാപനം ഏതാണ്? സി ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. FSI ഫോറസ്റ്റ് റിപ്പോർട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? സി 1987. നിലവിൽ വന്നത് 1966-ലും ആദ്യമായിട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 1987-ലുമാണ്. 49ാമത്തെ ചോദ്യം, മൃഗങ്ങൾക്ക് വ്യക്തിഗത പദവി നൽകാനുള്ള ഉത്തരവ് ഇറക്കിയ ഹൈക്കോടതി. ഏതാണ്? ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് മൃഗങ്ങൾക്ക് വ്യക്തിഗത പദവി നൽകാനുള്ള ഉത്തരവ് ഇറക്കിയ ഹൈക്കോടതി. 50ാമത്തെ ചോദ്യം, മൾബറി വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കർണാടകയാണ്. 51ാമത്തെ ചോദ്യം, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഓപ്ഷൻ ബി. 52ാമത്തെ ചോദ്യം, ചന്ദനമരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കർണാടക. ഇന്ത്യയിൽ സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അതും കർണാടകയിലാണ്. ഓപ്ഷൻ എ കർണാടക. 54ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തേക്ക് കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 55 ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 55ാമത്തത് ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വനമഹോത്സവം. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതി ഏതാണ്? വനമഹോത്സവം. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി KM മുൻഷി. വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന KM മുൻഷിയാണ് വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. 57ാമത്തത് ഓപ്ഷൻ ബി KM മുൻഷി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഏതാ വർഷം അറിയോ? 1950-ലാണ് കേട്ടോ. വനമഹോത്സവം ആചരിക്കുന്നത് ഓരോ വർഷവും ഏത് മാസത്തിലാണ്? ഓപ്ഷൻ ബി ജൂലൈയിൽ ആദ്യ ആഴ്ചയിലാണ്. ഓക്കെ, ജൂലൈ ആദ്യ ആഴ്ചയിലാണ് വനമഹോത്സവം ആചരിക്കുന്നത്. 2025-ലെ വനമഹോത്സവം എപ്പോഴാണ് ആഘോഷിച്ചത്? ഓക്കെ,
ഏതാ? നമുക്ക് ഓർക്കാമല്ലോ, ജൂലൈ ഫസ്റ്റ് വീക്കാന്ന് പറഞ്ഞു. അപ്പോൾ ജൂലൈ 1 മുതൽ ജൂലൈ 7 വരെ ആയിരിക്കും. 60ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഓപ്ഷൻ ബി ഗുജറാത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം. 61ാമത്തെ ചോദ്യം, വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞ ചോദ്യം, വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് KN മുൻഷിയാണ്. 1950 വനമഹോത്സവം ആരംഭിച്ചത്. ഇന്ത്യയിൽ വനനയം പുനഃപരിശോധന നടത്തിയ വർഷങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1952 1988 ഇന്ത്യയിൽ വനനയം പുനഃപരിശോധന നടത്തിയ വർഷങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി വനനയം നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1894. 1894 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനനയം നടപ്പിലാക്കിയത്. 64ാമത്തെ ചോദ്യം, 1988 വനനയം പ്രധാനമായി എന്തിനാണ് പ്രാധാന്യം നൽകിയത്? ഏതിനാണ്? ഓപ്ഷൻ സി പാരിസ്ഥിതിക സുസ്ഥിരത. 65ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വനവിസ്തൃതിയുടെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ വനവിസ്തൃതിയോടെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി മധ്യപ്രദേശാണ്. വനവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശാണ്. 67ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വനവിസ്തൃതി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഹരിയാന. 68ാമത്തെ ചോദ്യം, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ ഗാന്ധിയൻ മാതൃകയിൽ സത്യാഗ്രഹവും അഹിംസയും ഉപയോഗിച്ച് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? 68 ചിപ്പാക്കോ പ്രസ്ഥാനം. ചിപ്പാക്കോ പ്രസ്ഥാനമാണ് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരെ ഗാന്ധിയൻ മാതൃകയിൽ സത്യാഗ്രഹവും അഹിംസയും ഉപയോഗിച്ച് ആരംഭിച്ച പ്രസ്ഥാനം. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ 1983 ആരംഭിച്ച ചിപ്പാക്കോ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ നടന്ന പ്രസ്ഥാനം ഏത്? 69 എ അപ്പിക്കോ പ്രസ്ഥാനം. 70ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത്? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓപ്ഷൻ ബി ഇടുക്കിയാണ്. ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല, കേരളത്തിലെ ജില്ല. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? ഓപ്ഷൻ സി കോന്നി. 72ാമത്തെ ചോദ്യം, കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ്? റിസർവ് വനം കൂടുതലുള്ള ജില്ല കേരളത്തിലേതാണ്? അത് ഓപ്ഷൻ സി പത്തനംതിട്ടയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ഇടുക്കിയും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയുമാണ്. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1888. വനമഹോത്സവം സ്റ്റാർട്ട് ചെയ്തതെന്ന് 1950. വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് KM മുൻഷി. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കുക. 74ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? ഏറ്റവും കുറവ് ഏതാ? ആലപ്പുഴ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയും ഏറ്റവും കുറവ് ആലപ്പുഴയിലും. രാജവെമ്പാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയംകുട്ടി വനം ഏത് ജില്ലയിലാണ്? ഏതാണ്? ഓപ്ഷൻ ബി എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കാവുകളുള്ളത് ആലപ്പുഴ. റിസർവ് വനം ഏറ്റവും കുറവ് എവിടെയാണ്? അത് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല അത് ആലപ്പുഴ. ഏറ്റവും കുറവ് റിസർവ് വനം ആലപ്പുഴയും ഏറ്റവും കൂടുതൽ റിസർവ് വനം പത്തനംതിട്ടയും. ദേവിയാർകാവ് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കണ്ണൂർ. കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? 36. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം എവിടെയാണ്? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ, നിലമ്പൂർ തേക്കിൻ തോട്ടം അല്ലേ? മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് ഏറ്റവും പഴക്കമേറിയ തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. 79 ഓപ്ഷൻ ബി. കേരളത്തിലെ വിസ്തൃതി കൂടുതലുള്ള വനം ഡിവിഷൻ ഏതാണ്? ഓപ്ഷൻ സി റാന്നി. കനോലി പ്ലോട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അറിയാം, തേക്കിൻ തോട്ടത്തിന് അടുത്തുള്ളതാണ്. നിലമ്പൂർ തേക്കിൻ തോട്ടത്തിന് അടുത്താണ്. അപ്പോൾ ഏതാ തേക്കിൻ തോട്ടമായിരിക്കും. നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിച്ചത് ആര്? കനോലി. അപ്പോൾ എഴുത്താനുണ്ടല്ലോ കനോലി പ്ലോട്ട്, കനോലി. ഓക്കെ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI ആരംഭിച്ചത് ഏത് വർഷം? ഏതാണ്? ഓപ്ഷൻ ബി 1975. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് ഏത് വർഷം? കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് ഏത് വർഷം? ഏതാണ്? ഓപ്ഷൻ സി 1998. 86ാമത്തെ ചോദ്യം,
കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KFDC കേട്ടോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് കേട്ടോ. 87ാമത്തെ ചോദ്യം, ലോക തണ്ണീർത്തട ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 2. ഇതിൻ്റെ തീം പഠിച്ചു വെക്കണം കേട്ടോ. 2026 ഫെബ്രുവരി 2 കഴിഞ്ഞല്ലോ, അപ്പോൾ 2026 തീമും പഠിച്ചു വെച്ചേക്കുക. ലോക വനദിനം ഏത് തീയതിയിലാണ്? മാർച്ച് 21. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. കാലാവസ്ഥ ദിനം മാർച്ച് 23. വനജയുടെ കാലിൽ ആ കോഡില്ലേ അത് ഓർത്ത് വെച്ച് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, 2026 ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ തീമും മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഭൗമദിനം ഏപ്രിൽ 22. ലോക അന്തരീക്ഷ ദിനം ഏത് തീയതിയിലാണ്? ഏതാണ്? ഏപ്രിൽ 10. 93ാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം ഏത് തീയതിയിലാണ്? പരിസ്ഥിതി ദിനം നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ 5 ലോക ജൈവവൈവിധ്യ ദിനം ഏത് തീയതിയിലാണ്? ഏതാണ്? മെയ് 22 ലോക ജൈവവൈവിധ്യ ദിനം. 95ാമത്തെ ചോദ്യം, ലോക സമുദ്ര ദിനം എന്നാ? ജൂൺ 8 ലോക സമുദ്ര ദിനം. 96ാമത്തെ ചോദ്യം, ലോക വിനോദസഞ്ചാര ദിനം ഏത് തീയതിയിലാണ്? ഓപ്ഷൻ ബി സെപ്റ്റംബർ 27. 97ാമത്തെ ചോദ്യം, ലോക ഓസോൺ ദിനം ഏത് തീയതിയിലാണ്? ഓസോൺ എന്നാ? സെപ്റ്റംബർ 16. വന്യജീവി വാരം ഏത് ദിവസങ്ങളിലാണ് ആചരിക്കുന്നത്? ഏതാണ്? 98ാമത്തെ ചോദ്യം, ഒക്ടോബർ 2 മുതൽ 8 വരെ. ലോക പക്ഷി ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ലോക പക്ഷി ദിനം എന്നാണ്? നവംബർ 12. 100ാമത്തെ ചോദ്യം, പ്രകൃതി വിഭവങ്ങളുടെ വന്യജീവികളും സംരക്ഷിക്കുന്നതിനായിട്ട് 1948 രൂപീകൃതമായ അന്തർദേശീയ സംഘടന ഏതാണ്? IUCN. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കുക. IUCNലെ ആസ്ഥാനം എവിടെയാണ്? ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ. 102ാമത്തെ ചോദ്യം, IUCN പ്രസിദ്ധീകരിക്കുന്നത് ഗ്രന്ഥം അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം ഓപ്ഷൻ ബി റെഡ് ഡാറ്റ ബുക്കാണ്. 103ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് IUCN റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് കേട്ടോ. 104ാമത്തെ ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താ? പിങ്ക് പേജിൽ ഏതാണ്? ഓപ്ഷൻ വായിച്ച് നോക്കൂ. ഓപ്ഷൻ ബി അല്ലേ, ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് പിങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 105ാമത്തെ ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിലെ പച്ച പേജുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരാ? മുൻപ് ഭീഷണി ആയിരുന്നെങ്കിലും ഇപ്പോൾ ഭീഷണിയിൽ നിന്ന് മുക്തരായ ജീവികൾ. മുൻപ് ഭീഷണിയിലായിരുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഭീഷണി ഇല്ലാത്തതുമായിട്ട് ജീവികളാണ് പച്ച പേജുകൾ, റെഡ് ഡാറ്റ ബുക്കിൻ്റെ പച്ച പേജുകളിൽ ഉള്ളത്. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയയിലെ നെയ്റോബിയിലാണ്. UNEP രൂപീകരിക്കപ്പെട്ടത് ഏത് വർഷം? ഏതാണ്? 1972. എവിടെയാണ് ആസ്ഥാനം? നെയ്റോബി, കെനിയ. വേൾഡ് നാച്ചുറൽ ഓർഗനൈസേഷൻ WNO രൂപീകരിച്ചത് ഏത് വർഷം? ഏതാണ്? ഓപ്ഷൻ ബി 2010. WNOയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് WNO വേൾഡ് നാച്ചുറൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. ഫ്രണ്ട്സ് ഓഫ് എർത്ത് ഇൻ്റർനാഷണൽ FOEI സ്ഥാപിതമായ വർഷം ഏതാണ്? 1969. ഇനി കുറച്ച് IT ചോദ്യങ്ങളാണ് കേട്ടോ. വിവരസാങ്കേതിക വിദ്യാ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാ? 2000 അല്ലേ? ഓപ്ഷൻ ബി ആട്ടോ, 2000. IT ആക്ട് 2000 കൊണ്ടുവന്ന പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നല്ലാത്തത് വാണിജ്യം പ്രോത്സാഹിപ്പിക്കൽ ഉണ്ടല്ലോ, ഈ ഭരണം സൗകര്യമാക്കൽ ഉണ്ടല്ലോ, സൈബർ കുറ്റകൃത്യങ്ങൾ തടയൽ ഇതും ഉണ്ടല്ലോ. അപ്പോൾ ഏതാ ആൻസർ? ഇവയെല്ലാം ഓപ്ഷൻ ഡി ആയിരിക്കും. 113ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള നിയമ നടപടികൾ നിലവിൽ സ്വീകരിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്?
സൈബർ കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പറയാം ഓപ്ഷൻ ബി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. IT ആക്ട് നിലവിൽ വന്നത് എന്ന് ചോദ്യം വരും. IT ആക്ട് നിലവിൽ വന്നത് എന്ന് 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. IT ആക്ട് 2000 സെക്ഷൻ 43A എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡാറ്റാ സംരക്ഷണത്തിലെ പരാജയമാണ് IT ആക്ടിലെ സെക്ഷൻ 43A ബന്ധപ്പെട്ടിരിക്കുന്നത്. 116ാമത്തെ ചോദ്യം, സെക്ഷൻ 43 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഏതാണ്? 116ാമത്തെ ചോദ്യം സെക്ഷൻ 43 ചോദ്യം. സെക്ഷൻ 43 ഏതാ? കമ്പ്യൂട്ടർ വൈറസ് ആക്രമണം അല്ലേ? യെസ്. IT ആക്ടിലെ 2000 സെക്ഷൻ 43 പ്രകാരം ശിക്ഷയും നഷ്ടപരിഹാരവും നൽകേണ്ട സാഹചര്യം ഏതാണ്? 117ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ സിസ്റ്റം നെറ്റ്വർക്ക് തുടങ്ങിയവ ഉപയോഗിച്ച് കേടുപാടുകൾ വരുത്തുന്നതാണ്. 118ാമത്തെ ചോദ്യം സെൻസിറ്റീവ് വ്യക്തിഗത വിവരങ്ങൾ തെറ്റായി കൈകാര്യം ചെയ്ത് നഷ്ടം വരുത്തിയാൽ നഷ്ടപരിഹാരം നൽകേണ്ടത് ഏത് സെക്ഷൻ പ്രകാരമാണ്? 118ാമത്തെ ചോദ്യം 43A സെക്ഷൻ 43A പ്രകാരമാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. 119ാമത്തെ ചോദ്യം കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് മനഃപൂർവ്വം നശിപ്പിക്കുന്നതോ മാറ്റം വരുത്തുന്നതോ സംബന്ധിക്കുന്ന വകുപ്പ് ഏത്? കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് മനഃപൂർവ്വം നശിപ്പിക്കുന്നതോ മാറ്റം വരുത്തുന്നതോ സംബന്ധിക്കുന്ന വകുപ്പ് ഏതാണെന്ന ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 65 ആണ്. 120ാമത്തെ ചോദ്യം സെക്ഷൻ 65 പ്രതിപാദിക്കുന്നത് ഏത് കുറ്റകൃത്യത്തെക്കുറിച്ചാണ്? ഏതാണ്? 120ാമത്തെ ചോദ്യം ഓപ്ഷൻ സി സൈബർ ടാമ്പറിംഗ് ആണ് സെക്ഷൻ 65 പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 65 പ്രകാരം കുറ്റക്കാരനായി തെളിഞ്ഞാൽ പരമാവധി ശിക്ഷ എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം തടവോ അല്ലെങ്കിൽ 2 ലക്ഷം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. സൈബർ ടാമ്പറിങ്ങിനാണ് 65 സെക്ഷൻ പറഞ്ഞില്ലേ, 65 ആണ്. 3 വർഷമാണ് തടവ്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപയാണ്, അല്ലെങ്കിൽ രണ്ടും കിട്ടും. ഒരു വാറണ്ടും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാവുന്ന സൈബർ കുറ്റകൃത്യം ഏതാണ്? സൈബർ ടാമ്പറിങ്ങിന് ഒരു വാറണ്ടും ആവശ്യമില്ല. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? ഏതാണ്? ഓപ്ഷൻ സി സൈബർ ടാമ്പറിംഗ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 66. അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി ഏത് കുറ്റമായി പരിഗണിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ ബി ഹാക്കിംഗ് എന്ന പദം 2008 ഭേദഗതി പ്രകാരം ഏത് പേരിലേക്കാണ് മാറ്റിയത്? ഇപ്പം നിലവിൽ എന്താണ്? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് എന്നാണ്. 2008 ഭേദഗതി പ്രകാരം ഹാക്കിംഗ് എന്നത് ഏത് പേരിലേക്കാണ് മാറ്റിയത്? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് എന്ന പേരിലേക്ക്. ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തികളെ എന്ത് വിളിക്കുന്നു? എല്ലാവർക്കും അറിയാം, ഹാക്കേഴ്സാണ് ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തികളെ വിളിക്കുന്നത്. 128ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് തരം ഹാക്കർ നല്ല ഉദ്ദേശത്തോടെ സുരക്ഷാ ദൗർബല്യം കണ്ടെത്തുന്നു? ഏതാണ്? ഓപ്ഷൻ ബി വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് നല്ലവരാണ് കേട്ടോ. 129 വ്യക്തിപരമായ ലാഭത്തിനോ നാശനഷ്ടങ്ങൾക്കോ വേണ്ടി സിസ്റ്റം ഹാക്ക് ചെയ്യുന്നവർ ആരാണ്? ഓപ്ഷൻ എ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ആശയവിനിമയ ഉപകരണങ്ങൾ വഴി കുറ്റകരമായ സന്ദേശങ്ങൾ അയക്കുന്നത് ഏത് വകുപ്പ് നടപടി എടുക്കുന്നു? ഏതാണ്? 130. ഓപ്ഷൻ എ 66A. 131ാമത്തെ ചോദ്യം മറ്റൊരാളുടെ പാസ്വേഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ID ഉപയോഗിച്ച് വ്യക്തിവിവരം മോഷണം ചെയ്യുന്നവർക്ക് ഏത് വകുപ്പാണ്? 131 സെക്ഷൻ ബി. 132ാമത്തെ ചോദ്യം വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ചതിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ്? ഏതാണ്? ഓപ്ഷൻ സി 66D പ്രകാരം കുറ്റകരമാണ്. സ്വകാര്യ ചിത്രങ്ങൾ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിച്ചാൽ ഏത് വകുപ്പ് ബാധകമാണ്? ഏതാണ്? ഓപ്ഷൻ എ 66E. സൈബർ ടെററിസം സംബന്ധിച്ച വകുപ്പ് ഏതാണ്? എഫ്. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ, കുറേ ഉപയോഗിച്ച് വന്ന ഭാഗമാണിത്. സൈബർ ടെററിസം സെക്ഷൻ 66F ഓർത്ത് വെച്ചാൽ മതി, മറക്കരുത്. 135ാമത്തെ ചോദ്യം സെക്ഷൻ 66F പ്രകാരം, അതായത് സൈബർ ടെററിസം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഏതാണ്? ജീവപര്യന്തം തടവ്. 136ാമത്തെ ചോദ്യം സെക്ഷൻ 67 ഏത് കുറ്റകൃത്യത്തെയാണ് സംബന്ധിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, അശ്ലീല ഉള്ളടക്കം ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കൽ. 137ാമത്തെ ചോദ്യം സെക്ഷൻ 67 പ്രകാരം ഇൻ്റർനെറ്റിലൂടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത്
കുറ്റകരമല്ല, അല്ലെങ്കിൽ ഓപ്ഷൻ ബി നിയമാനുസൃതമാണ്, കുറ്റകരമാണ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അനുവദനീയമാണ്. ഏതാണ്? സി ആണല്ലേ, കുറ്റകരമാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ലൈംഗിക ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന അശ്ലീല ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കുറ്റകൃത്യത്തെ പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പ്? ഏതാണ്? ഓപ്ഷൻ സി 67A ആണ്. പോണോഗ്രഫി സംബന്ധിച്ച കുറ്റങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി 67A ആണ്. 140ാമത്തെ ചോദ്യം. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കുറ്റകൃത്യത്തെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? പറയൂ. 130 ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് 200-ലധികം ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ശേഷം പാർട്ട് 2 കാണുക, മറക്കാതെ പാർട്ട് 2 കൂടി കാണുക. അതോടെ നമ്മുടെ BFOL സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമായിട്ടുള്ള ഒരു മോക്ക് എക്സാമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.